എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് വാഗൂരി റിൻഡാരോയ്ക്ക് എഴുതിയ ആ നോട്ടാണ്. ഗുഡ് ലക്ക് റിൻഡാരോ. ഇത് കണ്ടതും അവന്റെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ കത്തി. കാരണം അവർക്ക് നേരത്തെ തന്നെ ഇവന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത് കൺഫേം ആയത്. എടാ നീ സത്യം പറ, ആരാണ് ഇത് തന്നത് എന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവനെ വളഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരിൽ നിന്നൊക്കെ മുഖം തിരിച്ച് റിൻഡാരോ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അവൻ അങ്ങനെ എടുത്തടിച്ചപ്പോൾ ഒരു മറുപടി പറയുമെന്ന് ഫ്രണ്ട്സ് ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാക്ക് കേട്ടതും എല്ലാവരും ഒരു നിമിഷം പാടെ സൈലന്റ് ആയിപ്പോയി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ സാറിന്റെ എൻട്രി. എന്തോ നാടോ ഇവിടെ എല്ലാം കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത്, മര്യാദയ്ക്ക് അതെല്ലാം എടുത്ത് വൃത്തിയാക്കിക്കേ എന്ന് സാറ് വന്ന് ചൂടായതോടെ അവർ ആ ചോദ്യം ചെയ്യൽ അവിടെ നിർത്തി. എല്ലാവരും കൂടെ ആ സ്ഥലം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയെങ്കിലും നമ്മുടെ സാക്കുവിൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കിക്കൊണ്ട് പറ്റില്ല എന്ന് റിൻഡാരോ പറഞ്ഞത് അവന് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തങ്ങൾക്കിടയിൽ റിൻഡാരോ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന ആ ചിന്ത സാക്കുവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. എടുത്തുചാടി അങ്ങനെ മറുപടി പറഞ്ഞെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് പിന്നീട് വല്ലാത്തൊരു ഗിൽറ്റ് അടിക്കാൻ തുടങ്ങി. അവൻ പതിയെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് സോറി ചോദിക്കുകയാണ്. പക്ഷെ ആ പയ്യന്മാർ അതൊന്നും കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. പക്ഷെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് റിൻഡാരോയുടെ ആ വിഷമം മാറിയിരുന്നില്ല. അവൻ റൂമിലിരുന്ന് ആലോചിക്കുകയാണ്, താൻ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. അങ്ങനെ അവൻ ഫോണെടുത്ത് നേരെ വാഗൂരിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ പരീക്ഷ ജയിച്ചു, താങ്ക്സ്. നീ തന്ന ആ നോട്ട് കാരണമാണ് ഞാൻ പാസ്സായത്. താൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നോട്ട് കണ്ട് റിൻഡാരോ ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വാഗൂരിക്ക് ഉണ്ടായ സന്തോഷം ചെറുതൊന്നുമല്ലായിരുന്നു. അവൾ ഒട്ടും വൈകിയില്ല, തിരിച്ച് ഉടനടി റിപ്ലൈ കൊടുത്തു, നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്ത് ഇത് സെലിബ്രേറ്റ് ചെയ്യാം. ആ മെസ്സേജ് കണ്ടപ്പോൾ റിൻഡാരോയ്ക്ക് സന്തോഷം വന്നതാണ്. പക്ഷേ പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് സുബാരു അന്ന് കഫേയിൽ വെച്ച് പറഞ്ഞ ആ വാക്കുകൾ ഓടി വന്നത്, ഇനി ഒരിക്കലും അവളെ മീറ്റ് ചെയ്യരുത്. ആ ഒരു ഓർമ്മ വന്നതോടെ അവന് എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ ഫോൺ മാറ്റിവെച്ചു. എന്നാൽ അവിടെ നമ്മുടെ വാഗൂരി ആകട്ടെ റിൻഡാരോയുടെ റിപ്ലൈ വരാത്തതിനൊന്നും ഒരു വിഷമവും കാണിക്കാതെ അടുത്തൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് കൂട്ടുകയാണ്. വരാൻ പോകുന്ന ഫെസ്റ്റിവലിൽ അവൻ എന്ത് ഗെയിം ആയിരിക്കും പ്ലേ ചെയ്യുക എന്നോർത്ത് വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവൾ. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയെങ്കിലും നമ്മുടെ റിൻഡാരോയും സാക്കുവും ഇപ്പോഴും നല്ല പിണക്കത്തിലാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാതെ രണ്ട് വശത്തേക്കാണ് ഇരിപ്പ്. ക്ലാസ്സിലെ ഈ ഒരു തണുത്ത അന്തരീക്ഷം കണ്ടിട്ട് നമ്മുടെ ഉസാമിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ഒടുവിൽ പറയുകയുണ്ടാ, ഇതെല്ലാത്തിനും കാരണം ഞാനാണെന്ന് തോന്നുന്നു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫ്രണ്ട് അവനെ താങ്ങി, ആഹാ, അപ്പോൾ നീയാണ് എല്ലാത്തിനും കാരണമെങ്കിൽ ഇത് സോൾവ് ആക്കാനുള്ള കടമയും നിൻ്റേത് തന്നെയാണ് മോനെ. അങ്ങനെ അവരുടെ ആ പിണക്കം മാറ്റാൻ വേണ്ടി ഉസാമി ഒരു കിടിലം പ്ലാൻ ഇട്ടു. രണ്ടുപേരെയും ഒരുമിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി അവൻ വിളിക്കുകയാണ്. ഒരുമിച്ച് കളിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഓക്കെ ആകുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. പക്ഷെ എന്ത് ചെയ്യാന്, ഉസാമി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടും അവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്നത് പോലുമില്ല. ആ പ്ലാൻ പാടെ ഫ്ലോപ്പായി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉസാമി പതിയെ സാക്കുവിനെ സൈഡാക്കി കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എടാ സാക്കു, നീ എന്തിനാ അവനോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അവൻ ആ സ്കൂളിലെ ഗേൾസിനോട് മിണ്ടിയത് കൊണ്ടാണോ നിനക്ക് ഈ ദേഷ്യം? അപ്പോഴാണ് സാക്കു തൻ്റെ മനസ്സിലെ യഥാർത്ഥ വിഷമം തുറന്നു പറയുന്നത്. അങ്ങനെയൊന്നുമില്ലടാ, അവൻ നമ്മളെ ഒട്ടും വിശ്വസിക്കുന്നില്ല, അതാണ് എൻ്റെ വിഷമം. സത്യം പറഞ്ഞാൽ അവൻ്റെ ആ നല്ല ക്യാരക്ടർ കണ്ടിട്ടാണ് ഞാൻ അവൻ്റെ കൂടെ കൂടിയത്. പക്ഷേ ആ ഒരു വിശ്വാസം അവൻ ഇപ്പോഴും നമ്മളോടില്ലല്ലോ. അത് കേട്ടത് മുസാമി അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മണ്ട, അങ്ങനെയൊന്നുമില്ല. ഇതിനാണോ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അന്ന് റിൻഡാരോ നിന്നോട് ആ കാര്യം പറയാതിരുന്നതിന് കാരണം ആ സമയത്ത് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറയാൻ മടിച്ചത്. ഉറപ്പായും അവനത് നിന്നോട് പിന്നീട് പറയും, നീ നോക്കിക്കോ. ഉസാമിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് സാക്കുവിൻ്റെ മനസ്സിൽ നിന്ന് തണുത്തത്. അവൻ പതിയെ ഒന്ന് ഓക്കെ ആയി തുടങ്ങി. അങ്ങനെ സ്കൂളിലെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ റിൻഡാരോയെയാണ്. അവൻ അവൻ്റെ സ്വന്തം ഷോപ്പിലിരുന്ന് വല്ലാത്തൊരു മൂഡ് ഓഫിൽ വിഷമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിൽ നിറയെ ആ ഫ്രണ്ട്സിൻ്റെ പിണക്കവും വാഗൂരിയുടെ ചിന്തകളും ഒക്കെയാണ്. ഇവൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അമ്മ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്തു പറ്റി റിൻഡാരോ? എന്തോ വലിയ മൂഡ് ഓഫ് ആയിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. നീ എന്താ എക്സാമിന് തോറ്റുപോയോ? അമ്മയുടെ ചോദ്യം കേട്ടതും അവൻ പതിയെ തല ഉയർത്തി പറഞ്ഞു, ഞാൻ ഫെയിലൊന്നും ആയില്ല. അത് കേട്ടതും അമ്മയ്ക്കൊട്ട് വിശ്വാസം വന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് റിൻഡാരോ, നീ കോമഡി പറയുകയാണ്? അല്ല അമ്മേ, ഞാൻ സത്യമായിട്ട് ജയിച്ചു എന്നവൻ വളരെ ഉറപ്പിച്ച് പറയുന്നത് കേട്ടതും അമ്മ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ റിൻഡാരോ പഠിച്ച് ജയിക്കുക എന്നത് പറഞ്ഞാൽ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ അല്പം പാടായിരുന്നു. അമ്മ ആ ഷോക്കിൽ നിന്നും പതുക്കെ മാറി അവനോട് ചോദിച്ചു, ആണോ, എന്നാൽ നിനക്ക് എത്ര മാർക്ക് കിട്ടി? 59.
എന്ന് അവൻ മറുപടി പറഞ്ഞതും അമ്മയ്ക്ക് വീണ്ടും ഒരു എക്സ്ട്രാ ഷോക്ക്. കാരണം അവനെ സംബന്ധിച്ച് അത് വലിയൊരു മാർക്കായിരുന്നു. അമ്മ അങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിലെ കടയിൽ ബെല്ലടിക്കുന്നത്. അങ്ങോട്ടേക്ക് പെട്ടെന്നൊരു പെൺകുട്ടി ഓടി വന്നു. വേറെ ആരുമല്ല, നമ്മുടെ വാഗൂരി ആയിരുന്നു അത്. അവൾ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എനിക്ക് കഴിക്കാൻ ഒരു കേക്ക് തരുമോ? മെസ്സേജിന് റിപ്ലൈ കൊടുക്കാഞ്ഞിട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ നേരിട്ട് തൻ്റെ മുന്നിലേക്ക് വന്നത് കണ്ട് റിൻഡാരോ ആകെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. വാഗൂരിയെ പെട്ടെന്ന് അവിടെ കണ്ടത് നമ്മുടെ ഹീറോ ആകെ പരിഭ്രമിച്ചു പോയി. സുബാരുവിൻ്റെ വാണിംഗ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിക്കാൻ വേണ്ടി അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കൗണ്ടറിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു. പക്ഷേ പാവ റിൻഡാർ ഒരു കാര്യം മറന്നുപോയി. അവൻ ഒളിച്ചു നിന്നത് ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസിന്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒളിച്ചിരിക്കുന്നത് പുറത്തു നിൽക്കുന്ന വാഗൂരിക്കും അമ്മയ്ക്കും വളരെ വ്യക്തമായി കാണാമായിരുന്നു. ഇവൻ കാണിക്കുന്ന ഈ കോമഡി കണ്ട് പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് ചെന്ന് അവനെ അവിടെ നിന്ന് പൊക്കിയെടുക്കുകയാണ്. നീ എന്താ ഈ കാണിക്കുന്നത് എന്ന മട്ടിൽ അമ്മ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് വാഗൂരിയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് അവൾ ഓർഡർ ചെയ്തതുപോലെയുള്ള ആ കേക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി റിൻഡാരോയോട് പറയുകയാണ്. ആകെ നാണം കെട്ട് ഒരു ചമ്മിയ ചിരിയോടെ അവൻ ആ കേക്ക് എടുക്കാൻ വേണ്ടി തിരിയുകയാണ്. അങ്ങനെ കേക്ക് വാങ്ങിയ ശേഷം വാഗൂരി റിൻഡാരോയ്ക്ക് ഒരു ഹൈഫൈ നൽകാൻ വേണ്ടി കൈ പൊക്കി കാണിച്ചു. പക്ഷേ റിൻഡാരോയ്ക്ക് ആദ്യം അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വാഗൂരി അവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ മുഖത്ത് എന്തോ വലിയൊരു വിഷമം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ആ സമയത്ത് റിൻഡാരോയുടെ മനസ്സിൽ ക്ലാസ്സിൽ വെച്ച് സാക്കുവിനോട് വഴക്കിട്ടതും അവൻ മിണ്ടാതിരുന്നതുമൊക്കെ ആയിരുന്നു ഓർമ്മ വന്നത്. ആ ഒരു ഗിൽറ്റിൽ അവൻ പതിയെ കൈ ഉയർത്തി അവൾക്ക് തിരിച്ച് ഹൈഫൈ കൊടുത്തു. അവൻ്റെ ആ ഒരു മൂഡ് ഓഫ് കണ്ടിട്ടായിരിക്കും വാഗൂരി ഒരു ടിപ്പ് കൊടുത്തു. അവന് ടിപ്പെന്ന് പറഞ്ഞാൽ ടിപ്പ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. നിനക്ക് ഇനി എപ്പോഴൊക്കെ വിഷമം തോന്നിയാലും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിച്ചാൽ മതി, നിന്റെ വിഷമമൊക്കെ പമ്പ അടക്കും. അത് കേട്ടിട്ട് അവൻ തിരിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ നിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണോ എന്ന് റിൻഡാരോ ചോദിച്ചു. പക്ഷേ അവൾ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ലടാ, നിനക്കിവിടെ ഒരുപാട് വർക്ക് കാണില്ലേ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് പറഞ്ഞിട്ട് അവൾ വേറെ എന്തൊക്കെയോ പിച്ചും പേഗ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവളുടെ ആ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോൾ അതുവരെ മൂഡ് ഓഫ് ആണെന്ന് നമ്മളുടെ റിൻഡാരോ പോലും അറിയാതെ ചിരിച്ചുപോയി. അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ വാഗൂരിക്കും വലിയ സന്തോഷമായി. അവൾ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അവൾ നടന്നു പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് റിൻഡാരോ ഒരു വലിയ സത്യം റിയലൈസ് ചെയ്യുന്നത്. സുബാരു തന്നോട് വാഗൂരിൽ നിന്നും അകന്നു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ തന്നെ കൊണ്ട് അതിന് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഒരാളുമായി അത്രത്തോളം അടുത്തു കഴിഞ്ഞാൽ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല. ഞാൻ ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും പറ്റില്ല. ഇറ്റ്സ് റിയലി ടഫ്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ വാഗൂരി റിൻഡാരോയെ കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചിരുന്നത്. തന്നെ കണ്ടപ്പോൾ അവൻ ആത്മാർത്ഥമായി ചിരിച്ചതും ആ ചിരിക്ക് കാരണം താൻ തന്നെയാണല്ലോ എന്നോർത്ത് അവൾ ഉള്ളിൽ വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആ കോള് വന്നതും അവൾ ആകെ ഷോക്കായി പോവുകയാണ്. അത് എന്താണെന്ന് കാണിക്കാതെ സീൻ അവിടെ വച്ച് കട്ടാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ റിൻഡാരോയാണ് കാണിക്കുന്നത്. അവൻ വന്ന് അമ്മേ ഇന്ന് എന്താണ് ഫുഡ് എന്ന് ചോദിച്ചതും അവൻ പരീക്ഷ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് അമ്മ അവന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡൊക്കെ അവൻ്റെ മുന്നിലേക്ക് എടുത്തു വച്ച സമയത്തും അമ്മയ്ക്ക് ഉള്ളിലെ ഒരു സംശയം പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു, റിൻഡാരോ നീ സത്യം പറ, ഈ ഉണ്ടാക്കിയ ഫുഡൊക്കെ നിനക്ക് ശരിക്കും കിട്ടിയ ആ മാർക്കിനുള്ളതാണോ അതോ എന്നെ പറ്റിക്കുകയാണോ? അമ്മയുടെ ഈ ചോദ്യം കേട്ടതും അവൻ പതിയെ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഒറിജിനൽ മാർക്ക് ഷീറ്റ് എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. എന്നിട്ടൊരു ചെറിയ പരിഭ്രമത്തോടെ ചോദിച്ചു, നോക്ക് ഇപ്പോഴെങ്കിലും വിശ്വസിക്കൂ. അപ്പോഴാണ് അമ്മ ആ മാർക്ക് ഷീറ്റിലേക്ക് നോക്കിയിട്ട് പറയുന്നത്, എനിക്ക് വിശ്വാസമുണ്ടല്ലോ, സാധാരണ നീ ഒന്നിനും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യാറില്ല. എന്ത് കാര്യമായാലും വളരെ ഈസി ആയിട്ട് നീ ഗിവപ്പ് ചെയ്യും, അങ്ങനെ ചെയ്യുന്നവനായിരുന്നു. പക്ഷേ ഇപ്പോൾ നിനക്ക് നല്ല മാറ്റമുണ്ട്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ നിനക്ക് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ആ വാഗൂരിയാണെന്ന് എനിക്കറിയാം. പിന്നെ നീ ഇപ്പോൾ എന്തു കാര്യത്തിന് കുറച്ച് വിഷമത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും മോനെ, ഇനി നിൻ്റെ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് നീ തന്നെയാണ്. അമ്മയുടെ വാക്കുകൾ റിൻഡാരോയുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമാണ് നൽകിയത്. താൻ മാറിക്കഴിഞ്ഞു എന്നും തൻ്റെ മാറ്റത്തിന് കാരണം വാഗൂരിയാണെന്നും അമ്മ പോലും അംഗീകരിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുബാരുവിനെയാണ്. അവൾ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ഓടിക്കറിച്ച് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വാഗൂരിയാണ്. അപ്പോൾ നേരത്തെ വാഗൂരിയുടെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയാണ്? നമ്മുടെ സുബാരുടെയായിരുന്നു. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വാഗൂരിയോട് സുബാർ ഗൗരവത്തിൽ എന്തൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അവൾ എന്താണ് പറഞ്ഞത് എന്ന് ഈ എപ്പിസോഡ് നമുക്ക് വെളിപ്പെടുത്തുന്നില്ല.
സുബാരുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് വാഗോരി ഞെട്ടി നിൽക്കുകയാണ്. ആ ഒരു സീനിൽ വെച്ച് ഈ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. റിൻഡാരെ അകറ്റാൻ വേണ്ടിയുള്ള സുബാരുവിൻ്റെ പുതിയ പ്ലാനാണോ ഇത്, അതോ വാഗോരിയെ കാത്ത വേറെ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡ് കൃത്യമായി അറിയും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും 500 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അടുത്ത എപ്പിസോഡുകൾ വേഗം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു എനർജി നൽകുന്നത്. അടുത്ത എപ്പിസോഡുമായി ഞാൻ വേഗം വരാം. അതുവരെ പീസ് ഔട്ട്.